ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു എക്സലിൻ്റെ ടിപ്പ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പേരുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പേരിൽ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും പേരാണ്. ഇത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ മെയിലും ഫീമെയിലും നമുക്ക് പെട്ടെന്ന് തരംതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ജെൻഡറിൻ്റെ അവിടെ മൊത്തം എത്ര പേരാണുള്ളത് അത്രയും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡാറ്റ ക്ലിക്ക് ചെയ്യുക. ഡാറ്റയുടെ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഡാറ്റ വാലിഡേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മേലെ ഡാറ്റ വാലിഡേഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഫസ്റ്റ് വരുന്ന ഡാറ്റ വാലിഡേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഫോൾഡർ വരും. അതിൽ നമ്മൾ ന്യൂ വാല്യൂൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് ലിസ്റ്റിലേക്ക് ആക്കുക. അത് ലിസ്റ്റ് സെലക്ട് ചെയ്യാം. താഴെ സോഴ്സിൻ്റെ അവിടെ നമ്മൾ മെയിൽ എന്നും ടൈപ്പ് ചെയ്യാം. അതേപോലെ കോമിട്ടിട്ട് ഫീമെയിൽ എന്നും ടൈപ്പ് ചെയ്യാം. ഫീമെയിൽ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. അതോടുകൂടെ തന്നെ നമുക്ക് അവിടെ ജെൻഡറിൻ്റെ അവിടെ ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നതായിട്ട് കാണാം. അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് മെയിലും ഫീമെയിലും എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മെയിലും ഫീമെയിലും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ മെയിലും ഫീമെയിലും സെലക്ട് ചെയ്ത് പോകാൻ കഴിയും. ഇതേപോലത്തെ MS Excelൻ്റെ വേർഡിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.